പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ 24 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ
നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേ വെറുതെ ഒരു കുസൃതി ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. കുസൃതിയല്ല, അത് ഒരു സയൻറ്റിഫിക് തോട്ടാണ്. ചില എന്തുകൊണ്ടാണ് ഈ മൺസൂണില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭയങ്കര മഴയും കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു പോയതാ, എന്തുകൊണ്ടാണ് ഈ മൺസൂൺ കാലത്ത് നമ്മുടെ ചെടികളില്ലേ, ചെടികൾ, മരങ്ങൾ എല്ലാം വളർച്ച അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഡോർഫായിട്ട് നിൽക്കും, ഡ്രൂപ്പായിട്ട് നിൽക്കും, അതായത് ഇങ്ങനെ മുരടിച്ച് നിൽക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നത്? മഴക്കാലത്ത് നല്ല വെള്ളം കിട്ടുമ്പോൾ ചാടി വളരേണ്ടതല്ലേ, അതിന് പകരം നേരെ കീഴ്പോട്ടാണല്ലോ ചെടി വളരണത് എന്ന് അങ്ങനെ ചിന്തിച്ച് ഞാൻ നമ്മുടെ ChatGPT സാധനം അടിച്ച് നോക്കി. എന്തുകൊണ്ടാണ് മൺസൂൺ കാലത്ത് ഇങ്ങനെ ട്രീസ് ഇങ്ങനെ ഡ്രൂപ്പ് മുരടിച്ച് പോണതെന്ന്. അപ്പോൾ അവർ 2-3 കാര്യങ്ങൾ പറഞ്ഞവർ. ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, ഈ മൺസൂൺ കാലത്ത് എപ്പോഴും മഴയായിരിക്കുമല്ലോ. മഴയായിരിക്കുമ്പോൾ ഈ മഴ മേഘങ്ങൾ എപ്പോഴും ഇങ്ങനെ ആകാശത്ത് തങ്ങി നിൽക്കും. അത് കാരണം സൂര്യൻ അധികം പ്രകാശം കിട്ടത്തില്ലാത്തത് കൊണ്ട് ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല. ഞാൻ ചിന്തിച്ചില്ല, പക്ഷേ ChatGPT സാധനമുണ്ട്. ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല, ചെടിക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടത്തില്ല, അതുകൊണ്ട് അത് മഞ്ഞ നിറമായിട്ട് വളർച്ച മുരടിക്കും. രണ്ടാമതൊരു കാര്യം അത് പറഞ്ഞത്, ഈ വെള്ളം ഹെവി ഡൗൺ പോറല്ലേ, അപ്പോൾ വെള്ളം കെട്ടി നിൽക്കും ചുവട്ടിലൊക്കെ, മരത്തിൻ്റെയൊക്കെ പറമ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അങ്ങനെ വെള്ളം കെട്ടുന്നത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ വേരിന് ഓക്സിജൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യമില്ല, ഭയങ്കര സീരിയസ് വിഷയമാണ്. വേരിന് ഓക്സിജൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് വെള്ളവും വലിക്കണ പരിപാടിയൊന്നും നടക്കത്തില്ല. വളവും വെള്ളവും ഒന്നും വലിക്കത്തില്ല, ഓക്സിജൻ കിട്ടത്തില്ലേ. അപ്പോൾ അവിടെയും ബ്ലോക്കാവും. പിന്നെ ഈ വെറ്റ് ഡിസീസ് എന്ന് പറഞ്ഞ കുറേ സാധനമുണ്ട്. മഴ ഈർപ്പം ഉണ്ടെങ്കിൽ കുറേ ഫംഗസൊക്കെ വരും. അങ്ങനെയാണ് വേരിന് അഴുക്കലൊക്കെ വരണത്. അപ്പോൾ ചിലപ്പോൾ വേര് ചീലെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ അതിൻ്റെ വേപ്പിൻ്റെ എണ്ണ വേരെ തേക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ചെടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ കൂടുതലായിരിക്കും ചിലപ്പോൾ വേപ്പിൻ്റെ എണ്ണ വാങ്ങിച്ച് വേരിന് ട്രീറ്റ് ചെയ്യണമെന്നുള്ളത്. ഭയങ്കര പാടാണ് എല്ലാം. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം വെച്ചാൽ ഇപ്പം ഇത്രയും വിഷയങ്ങളാണ് അപ്പം ചെടിയുടെ നല്ല കാലമല്ല ശരിക്കും പറഞ്ഞാൽ. എൻ്റെ കാറ്റും മഴയും വന്ന് ചെടിയുടെ ബ്രാഞ്ചൊക്കെ ഒടിഞ്ഞു പോകും അല്ലേ, കാറ്റും മഴയൊക്കെ വരുമ്പോൾ. ചെടിയെ ചിലൊക്കെ വേരോടെ ചാഞ്ഞ് നിൽക്കും, ചിലപ്പോൾ വീണ് പോവുകയും ചെയ്യും. അപ്പോൾ മനുഷ്യരെക്കാൾ ഗതികെട്ടൊരു കാലമാണ് ഈ മൺസൂൺ വൃക്ഷങ്ങൾക്കെന്ന് പറയണത്. അതുകൊണ്ടാണ് ദൈവം എല്ലാ കാലത്തും വൃക്ഷങ്ങൾ ഉണ്ടാക്കാതെ, എല്ലാ കാലത്തും മൺസൂൺ ഇല്ലല്ലോ. അപ്പോൾ എന്ത് പരിപാലനമാണ് ചെടികളോട് കാണിക്കണത്? എല്ലാ കാലത്തും മൺസൂൺ ഉണ്ടാകത്തെങ്കിൽ മരങ്ങളുണ്ടാകത്തില്ല, നമ്മൾ മരുഭൂമിയായി പോയേനാണ്. അപ്പം അതുപോലെ തന്നെയാണ് വേദനകളും എല്ലാ കാലത്തൊന്നും ഉണ്ടാകത്തില്ല, അതെപ്പോഴും ഓർത്തേക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ദൈവം സമയം ചുരുക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ. അതാണ് ആ വേദന ചുരുക്കാൻ കാര്യം, നിലനിൽക്കാൻ പറ്റത്തില്ല. മത്തായി 24:22 ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ, മൺസൂൺ കാലമേ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ല. മരങ്ങളൊന്നും നിലക്കത്തില്ല, മനുഷ്യൻ നിലക്കത്തില്ല, എല്ലാം മരുഭൂമിയായി പോകും. എന്നാൽ ദൈവം അത് പരിമിതപ്പെടുത്തിയെന്നാണ് ബൈബിൾ പറയണത്. അപ്പം ഇതുപോലെ നമ്മുടെ ദുഃഖങ്ങളും അങ്ങനെയാണ്. എല്ലാ കൊല്ലവും ഇങ്ങനെ, എല്ലാ കാലവും ഇതുപോലെ ദുഃഖ ദുരിതമാണെന്ന് വിചാരിക്കരുത്. ഒരു ടൈം വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ കൊണ്ട് പ്രത്യാശയോടെ ഒരു മഴയില്ലാത്ത കാലത്തെക്കുറിച്ച് നമ്മൾ പ്രത്യാശ കൊണ്ട് പ്രാർത്ഥിച്ച് മുന്നേറണമെന്ന് കൂടി ഇതിലർത്ഥമുണ്ട്. പിന്നെ കൂടാതെ ഇതിനകത്ത് വരുന്ന വിഷയമേ ഈ സോയിലിൻ്റെയൊക്കെ വളമില്ലേ, വളമൊക്കെ വെള്ളത്തിൽ കലങ്ങി ഒലിച്ചു പോകും. അതിങ്ങനെ ഒരു വളം ഉണ്ടെങ്കിൽ തന്നെ, വളം ചുവട്ടിലുണ്ടെങ്കിൽ തന്നെ മൺസൂൺ വരുമ്പോൾ അത് ഒലിച്ചു പോകും. ഒലിച്ച് വല്ല പറമ്പിലും പോകും, ചില വല്ല തോട്ടിലും പോയി ഒഴുകിപ്പോകും, വേസ്റ്റായി പോകും, ആർക്കും യൂസ് ആകത്തില്ല.
അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഉണങ്ങത്തില്ലെങ്കിൽ മെലിഞ്ഞ് ഫലപ്പെടുവിക്കാത്ത രീതിയിൽ മെലിച്ചിൽ വരും. ഈ ഒരു കാലം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാവും മൺസൂണിൻ്റെ ഒരു കാലം. അതുകൊണ്ട് കർത്താവ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അപ്പോൾ ഈ മൺസൂൺ കാലം നമ്മുടെ മനുഷ്യർക്കും വരും ഇതുപോലെ. അതുകൊണ്ടാണ് ദൈവം ഈ മൺസൂൺ കാലം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും ക്രിസ്തുവായിട്ട് തന്നെ കാണണമെന്നും അവർക്ക് ആ സമയത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ആണ് ബൈബിളിൻ്റെ നടപടിക്രമം. ബൈബിൾ നടപടിക്രമം അതാണ്, ആ സമയത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന്. സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജന്മദൗത്യം തന്നെ ഒരു ജന്മദൗത്യമായിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. രോഗിയെ, കാരാഗ്രഹവാസിയെ, നഗ്നനെയും വിശക്കുന്നവനെയും ഒക്കെ അവൻ്റെ മൺസൂൺ മഴ തോരാത്ത കാലങ്ങളിലെ, കണ്ണീര് തോരാത്ത കാലങ്ങളിലെ അവന് കൈത്താങ്ങായി നിൽക്കുന്നത് നിസ്സാരമല്ല ശരിക്കും. 25:35 എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ഇതെല്ലാം അപ്പം നിങ്ങൾ ഓർക്കും, അവസാനം ഈശോയെ കുറിച്ച് പറയണത് എന്താണ്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ. അവിടെയാണ് എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക്. മത്തായി 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്തു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. അപ്പൊ ഇതിന്റെ വിഷയം നമ്മൾക്ക് ഈ വ്യാഖ്യാനങ്ങൾ വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതിനെ പെട്ടെന്ന് എടുത്ത് നിത്യതയുമായിട്ടാണ് കണക്ട് ചെയ്യണത്. എന്താണ്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോക ആരംഭം മുതൽ നിങ്ങൾക്ക് ഒരിക്കലും രാജ്യം കൈവശമാക്കാൻ. അപ്പോൾ നിത്യതയുടെ അന്ത്യവിധിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഭാഗങ്ങൾ എപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ നിങ്ങളത് ചിന്തിച്ച് നോക്കിയേ, ഈശോ എന്താ പറയണത്? ചത്ത് കഴിയുമ്പോൾ അനുഗ്രഹിക്കുമെന്നാണ് പറയണത്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹീതരായി. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ ഇത് വെച്ചിരിക്കണത്. ഇപ്പം നിങ്ങളെ മക്കളുടെ കല്യാണം നടക്കണില്ല, ജപ്തി നടപടിയാണ്, പറമ്പിന് വിസ പുതുക്കി കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി പ്രകാരം എന്താ പറയണത്? നിങ്ങൾ രോഗികളെ പോയി കാണണം, അവരെ കുളിപ്പിക്കണം, അവർക്ക് പൈസ കൊടുക്കണം, നിങ്ങളുടെ വരുമാനം ഭക്ഷണമായിട്ടും സമ്പത്തായിട്ടൊരു പങ്കുവെക്കണം എന്ന് പറയുമ്പോൾ എന്താ സംഭവം? അതിനകത്തൊരു ഓഫർ കിടക്കുന്നുണ്ട്. എന്താണ്? അങ്ങനെ ചെയ്യുമ്പോൾ എക്സ്ട്രാ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. അത് ചത്ത് കഴിയുമ്പോൾ വിധിയാളനായിട്ട് കിട്ടണം മാത്രമല്ല, അത് ആ ഒരൊറ്റ നടപടിക്രമം കൊണ്ട് നമ്മൾ അത് അപ്പം തന്നെ ബ്ലെസ്ഡ് ആകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും ഈ വിഷയത്തെ കാരുണ്യപ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ, കാരുണ്യപ്രവൃത്തിയുടെ ഈ മൺസൂൺ കാലത്ത് മനുഷ്യനായി നിൽക്കാൻ കഴിഞ്ഞാൽ നമ്മൾക്കും നമ്മളുടെ മൺസൂൺ കാലങ്ങളെ അതിജീവിക്കാൻ കഴിയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.